സോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? ഇൻകം ടാക്സ് ആൻഡ് GST എന്നുള്ള പേപ്പറിൽ സോ ഫാർ വി ലേൺഡ് അബൌട്ട് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, ക്ലബിംഗ് ഓഫ് ഇൻകം അല്ലേ, അതുപോലെ തന്നെ ഡിഡക്ഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതുവരെ പഠിച്ചത്. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം and tax liability of an individual. So computation of total income tax and liability of an individual. Okay, അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആദ്യം നോക്കണം. നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ അദ്ദേഹം എത്രയാണ് ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അടയ്ക്കേണ്ടത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു തരുന്നുണ്ട് ഇൻകം ടാക്സ് അതോറിറ്റി തന്നെ. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ടോട്ടൽ ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ കൺസിസ്റ്റ് ഓഫ് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ATC ടു ATU ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻകം അല്ലേ. അപ്പോൾ ടാക്സബിൾ ഇൻകം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഇൻഡിവിജ്വലിൻ്റെ 5 ഹെഡ്സ് ഓഫ് ഇൻകം കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് അതാത് ഹെഡ്സിലെ ഡിഡക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഡിഡക്ഷനായ ATC മുതൽ ATU ഉള്ള ഡിഡക്ഷൻസ് എല്ലാം ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ പറയുന്ന പേരാണ് ടാക്സബിൾ ഇൻകം അല്ലേ. ആ ടാക്സബിൾ ഇൻകം അതിൻ്റെ മുകളിലാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആ ടോട്ടൽ ടാക്സബിൾ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ 5 ഹെഡ്സിൻ്റെ ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിഡക്ഷൻസും കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് റേറ്റ്, അതായത് സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അത് 3 തരത്തിലാണ് സ്ലാബ് റേറ്റ് പറയുന്നത്. 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഒരു സ്ലാബ് റേറ്റ്, അതേപോലെ 60 മുതൽ 80 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഒരു സ്ലാബ് റേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ, അതേപോലെ ബിലോ 60 ഇയേഴ്സ് 60 വയസ്സിന് താഴെയുള്ള സാധാരണ ഇൻഡിവിജ്വൽസിനും എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെ റേറ്റ്, സ്ലാബ് റേറ്റ് ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ടോട്ടൽ ഇൻകമാണ്. ടോട്ടൽ ഇൻകം നമ്മൾ ഡിഡക്ഷൻസ് ATC മുതൽ ATU ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 60 വയസ്സായ സാധാരണ ഇൻഡിവിജ്വൽസിൻ്റെ എങ്ങനെയാണ് സ്ലാബ് റേറ്റ് നോക്കാം. ഓക്കെ, അതിൽ പറയുന്നുണ്ട് 2,50,000 വരെ ഇൻകമുള്ള ഒരു ഇൻഡിവിജ്വലിന്, 60 വയസ്സിൽ താഴെയുള്ള ഒരു ഇൻഡിവിജ്വലിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട, നില്ലാണ്. ഓക്കെ, പിന്നെ വരുന്ന നെക്സ്റ്റ് 25,000 ഇൻകം, 25 അല്ല 2,50,000 ഉണ്ടെങ്കിൽ അതിൽ 5% റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് 5 ലാഖിന് 20%, ബാലൻസ് എമൗണ്ട് ഇനി ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ 30% ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് റേറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇൻഡിവിജ്വൽ ബിലോ 60 ഇയേഴ്സാണ്. ഇനി എബവ് 60 ഇയേഴ്സ് ആൻഡ് ബിലോ 80 ഇയേഴ്സ്, ബിറ്റ്വീൻ 60 ആൻഡ് 80 ഇയേഴ്സിനുള്ളിലുള്ള സീനിയർ സിറ്റിസനുള്ള സ്ലാബ് റേറ്റ് ഏതാ നോക്കാം. അവർക്ക് നമ്മൾ നേരത്തെ നോക്കിയ ഇൻഡിവിജ്വലിൻ്റെ 60 വയസ്സിന് താഴെയുള്ള ഇൻഡിവിജ്വലിൻ്റെ 2,50,000 പകരം ഇവിടെ എത്രയാണ് പറയുന്നത്? 3 ലാഖാണ് പറയുന്നത്. 3 ലാഖ് വരെ നില്ലാണ്. ദെൻ നെക്സ്റ്റ് 2 ലാഖിന് 5%, നെക്സ്റ്റ് 5 ലാഖിന് 20%, ബാലൻസിന് 30% എന്നാണ് സ്ലാബ് റേറ്റ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എബവ് 80 ഇയേഴ്സ് സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെച്ചാൽ ഫസ്റ്റ് 5 ലാഖിന് നില്ലും, നെക്സ്റ്റ് 5 ലാഖിന് 20%, ബാലൻസ് 30% ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 തരത്തിൽ സ്ലാബ് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. ബിലോ 60 ഇയേഴ്സ്, ബിറ്റ്വീൻ 60 ഇയേഴ്സ് ആൻഡ് 80 ഇയേഴ്സ്, അതേപോലെ എബവ് 80 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിലുള്ള ഇൻഡിവിജ്വൽസിനാണെന്ന് വെച്ചാൽ 2,50,000 വരെ ടാക്സ് ഒന്നും അടയ്ക്കണ്ട. പിന്നെയും നെക്സ്റ്റ് 2,50,000 ഉണ്ടെങ്കിൽ അതിന് 5%, പിന്നെ നെക്സ്റ്റ് 5 ലാഖിന് 20%, ബാലൻസിന് 30%. ഓക്കെ, ഇനി സ്പെഷ്യൽ റേറ്റ്സ് ഉണ്ട്. നമ്മൾ സാധാരണ ഈ സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത റേറ്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴും ഓൾവേസ് സ്പെഷ്യൽ റേറ്റിലാണ് ടാക്സ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 5th സെമ്മിൽ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ സ്പെഷ്യൽ റേറ്റിലാണ് ടാക്സ് ചെയ്യുക. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 20%, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷെയർസ് ആണെച്ചാൽ 50%, 15 ആണ് 15%,
ലോട്ടറി ആൻഡ് കാഷ്വൽ ഇൻകം 30%ആണ്. അത് എന്താ നിങ്ങൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്താ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലോട്ടറി ആൻഡ് കാഷ്വൽ ഇൻകം എന്താണെന്നുള്ളത്. ഓക്കെ, അത് 30% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 30% സ്ലാബ് റേറ്റ്, ഐ മീൻ മാക്സിമം മാർജിനൽ റേറ്റ് ആണത് പറയുന്നത്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 20%, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷെയർസ് ആണെച്ചാൽ 15%, ലോട്ടറി ആൻഡ് കാഷ്വൽ ഇൻകം ആണെച്ചാൽ 30% ആണ്, 30. ഓക്കെ, ഇനി ഇതിന് പുറമെ റിലീഫ് ഉണ്ട്. റിലീഫ് അണ്ടർ സെക്ഷൻ 87A ഫോർ അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, നമ്മുടെ പ്രസൻറ്റ് അസസ്മെൻറ്റ് ഇയറിന് പറയുന്നുണ്ട്. അത് കിട്ടാനുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്. റിലീഫ് അണ്ടർ സെക്ഷൻ 87 കിട്ടണമെങ്കിൽ അയാളൊരു റെസിഡൻ്റ് ആയിരിക്കണം. ഹി മസ്റ്റ് ബി എ റെസിഡൻറ്റ്. രണ്ടാമത്തെ പറയുന്നത് ഹിസ് ടോട്ടൽ ഇൻകം ഷുഡ് നോട്ട് ബി മോർ ദാൻ 3,50,000. 3,50,000 കൂടുതൽ എമൗണ്ട് ഇയാൾക്ക് എന്താ ഇൻകം ടോട്ടൽ ഇൻകമായിട്ട് വരരുത്. അതേപോലെ ദെൻ ദ എമൗണ്ട് റിലീഫ് ഈസ് ടാക്സ് ഓർ 2,500 വിച്ച് എവർ ഈസ് ലെസ്. അതായത് റിലീഫോ അല്ലെങ്കിൽ 2,500 രൂപ ഏതാണോ ചെറുത് വെച്ചാൽ അത് ടാക്സ്, നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണോ അതോ 2,500 ആണോ, അതിലത്തെ ഏറ്റവും ചെറിയ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിലീഫായിട്ട് ക്ലെയിം ചെയ്യാം. അതിന് കണ്ടീഷൻസ് പറഞ്ഞു. അയാൾ റെസിഡൻ്റ് ആവണം. അയാളുടെ ടോട്ടൽ ഇൻകം ഒരിക്കലും 3,50,000 മുകളിൽ പോകാനും പാടില്ല. ഓക്കെ, ഇനി സർചാർജ് ഉണ്ട്. സർചാർജ് പറഞ്ഞാൽ അതൊരു എന്താ നമുക്ക് ടാക്സ് ഒരു ചാർജാണ്. അതായത് നമ്മൾ കൊടുക്കേണ്ട ഒരു എമൗണ്ടാണ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇഫ് ടോട്ടൽ ഇൻകം എക്സീഡ് സെർട്ടൻ ലിമിറ്റ്. അതായത് ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. ആ ലിമിറ്റിന് കൂടുതലാവുകയാണെന്ന് വെച്ചാൽ അദ്ദേഹം ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% നമ്മൾ കൊടുക്കണം ഉണ്ടെങ്കിൽ. ഓക്കെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഓൺ ടാക്സ് ആൻഡ് സർചാർജ് ഇഫ് എനി. അതായത് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റൂൾസ്. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ ഇൻകം കണ്ടു 5 ഹെഡ്സിൻ്റെയും. അതിൽ നിന്ന് നമ്മൾ ATC ഡിഡക്ഷൻസ് കുറച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്തിട്ട് ടാക്സ് ഇൻഡിവിജ്വൽ ടാക്സ് എത്രയാണ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്താണ് റിലീഫിന് അപ്ലൈ ചെയ്യാം. റിലീഫിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഇയാൾ പാലിക്കണം. റെസിഡൻ്റ് ആവണം. 3,50,000 ത്തിന് മുകളിൽ ഇയാളെ ടോട്ടൽ ഇൻകം പോകാൻ പാടില്ല. അത് എങ്ങനെയാണ് അയാൾ അടയ്ക്കുന്ന ടാക്സ് ആണോ അതോ 2,500 രൂപയാണോ, അതിലത്തെ ഏറ്റവും ചെറിയ എമൗണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാം, റിലീഫായിട്ട് ക്ലെയിം ചെയ്യാം. പിന്നെ സർചാർജ് ഉണ്ട്. അതായത് എന്താ ഒരു എമൗണ്ട് ഉണ്ട്, വലിയൊരു എമൗണ്ട് മുകളിൽ നമ്മളെ എമൗണ്ട് ഐ മീൻ ഇൻകം ഉണ്ടെങ്കിൽ 1 crore മുകളിലൊക്കെ ഇൻകം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, സർചാർജ് പറഞ്ഞിട്ടുള്ള അഡീഷണൽ എമൗണ്ട് ഗവൺമെൻറ്റിന് അടയ്ക്കണം. പിന്നെ എഡ്യൂക്കേഷൻ സെസ് 4% അടയ്ക്കണം ഗവൺമെൻറ്റിന്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനുള്ള റൂൾസ്. ഓക്കെ.